എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സ്പ്രിംഗ് ഒണിയൻ മുട്ടത്തോരനാണ് കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ കുറച്ച് സ്പ്രിംഗ് ഒണിയൻ എടുത്തിട്ടുണ്ട്, അതായത് ഉള്ളിത്തണ്ട്. നമ്മൾ സാധാരണ ചൈനീസ് ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ ഉള്ളി എടുക്കുന്നുണ്ട്, അതുപോലെ ഇതിൻ്റെ ഇല എടുക്കുന്നുണ്ട്. രണ്ടും കൂടി ഒരുമിച്ച് തന്നെയാണ് എടുക്കുന്നത്. ചിലപ്പോൾ നാട്ടിലൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളില്ലാതെ ഈ ഇല മാത്രമായിട്ടും നമുക്കിങ്ങനെ കെട്ടായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിൽ ഉള്ളി ചേർക്കുക, ചെറിയ ഉള്ളി. അപ്പോഴാണ് ഇത് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് വരുള്ളൂ. എനിക്കിപ്പോൾ ഇതിപ്പോൾ അങ്ങനെ കിട്ടിയ കാരണം ഇങ്ങനെ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഉള്ളിയും ഈ ഇലയും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഒരു കെട്ട് മുഴുവനൊന്നും ഉപയോഗിച്ചിട്ടില്ല, കുറച്ച് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളൂ. ഞാൻ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം എത്ര ഉപയോഗിച്ചു എന്നുള്ളത്. ഈ സ്പ്രിംഗ് ഒണിയനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ്. പക്ഷേ സ്പ്രിംഗ് ഒണിയൻ തന്നെ തയ്യാറാക്കുമ്പോൾ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം കേട്ടോ. ആദ്യം ഈ ഒരു പോർഷനില്ലേ, അതായത് ഈ ഒരു വൈറ്റ് പാർട്ട്, അത് ഒരുമിച്ചാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. കാരണം ഇതിന് കുറച്ചും കൂടി കുക്കിംഗ് ടൈം ഉണ്ടാവും. അപ്പോൾ ഈ ഉള്ളിയും ഈ ഒരു ഭാഗം, ഈ ഗ്രീൻ ആയിട്ടുള്ള പാർട്ട് തന്നെ വേറെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം മുറിച്ചെടുക്കാം കേട്ടോ. സ്പ്രിംഗ് ഒണിയനൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. ഞാനിതിപ്പോൾ കഴുകിയെടുത്തതാണ്, അതിനുശേഷം തൊലിയൊക്കെ കളഞ്ഞെടുത്തതാണ് ഉള്ളിയുടെ. കാരണം ഒരുപാട് മണ്ണൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ ഈ സ്പ്രിംഗ് ഒണിയൻ്റെ ലീവ്സും അതുപോലെ ഈ ഉള്ളിയും മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അളവ് പറയണമെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ഒണിയൻ്റെ ലീവ്സ് 1 കപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഉള്ളി 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള പ്രൊപ്പോർഷനിൽ എടുക്കാം. പക്ഷേ ഇല കൂടുതലാകുമ്പോൾ അത്രയ്ക്ക് ഒരുപാട് ടേസ്റ്റി ആയിട്ട് വരില്ല, എനിക്ക് തോന്നിയിരിക്കുന്നതാണ്. പിന്നെ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു അളവിന് വേണ്ടിയിട്ട് 3 മുട്ടയാണ് എടുക്കണത്. ഇത് കറക്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച ഉള്ളില്ലേ, അത് കുറച്ചിട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഇതിൻ്റെ ഒരു 1/4 ഭാഗം മതി. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് നാളികേരം ചെരുകിയെടുത്തത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം, അത്രയും മതി. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തോരൻ തന്നെയാണ്, നല്ല ടേസ്റ്റിയാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് സ്പ്രിംഗ് ഒണിയൻ തന്നെ ഉപയോഗിച്ചിട്ടും തയ്യാറാക്കി എടുക്കാം കേട്ടോ. മുട്ട വേണമെന്നൊന്നുമില്ല, പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടം മുട്ട ചേർത്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു മുട്ട ഇഷ്ടപ്പെടുന്നവർ അങ്ങനെയായിരിക്കും ഇഷ്ടപ്പെടാമെന്ന് തോന്നുന്നു. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഇത് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു നാടൻ രീതിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ഒരു 4 വെളുത്തുള്ളി മുറിച്ചതിട്ട് കൊടുക്കാം. പിന്നെ നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി മുറിച്ചതിട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ഒരുപാട് അളവിൽ വേണ്ട കേട്ടോ. കാരണം ഈ സ്പ്രിംഗ് ഒണിയനൊക്കെ വഴന്ന് വരുമ്പോൾ വളരെ കുറച്ച് അളവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് നന്നായിട്ടൊന്ന് മാറി വരട്ടെ. ഇത് മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴന്ന് വരട്ടെ. ഒരുപാട് അങ്ങോട്ട് വഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. ഒരു പച്ചമുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. 1-2 നുള്ളു തന്നെ മതി. പിന്നെ കുറച്ച് മുളക് പൊടി എരിവിനനുസരിച്ച് നമ്മൾ നേരത്തെ മുട്ടയിലൊക്കെ ചേർത്തിട്ടുള്ളതാണല്ലോ, അപ്പോൾ പിന്നെ അധികം വേണ്ട. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറി വരട്ടെ കേട്ടോ. ഇത് മതി. ഇതിലിപ്പോൾ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലിപ്പോൾ കുറച്ച് കുറവാണ്, 1 ടേബിൾ സ്പൂണോളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് ഈ മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി മുട്ടയൊന്ന് കുക്കായിട്ട് വന്നോട്ടെ കേട്ടോ. നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കാം. ചിലർ പിന്നെ ഇതിലേക്ക് ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട്. ഞാൻ പക്ഷെ സാധാരണ ഇതിൽ ചേർക്കാറില്ല കേട്ടോ. ഈ മുട്ട ഇപ്പോൾ ആവശ്യത്തിന് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച സ്പ്രിംഗ് ഓണിയൻ്റെ ഇലയില്ലേ അത് ഇട്ട് കൊടുക്കാം. ഈ സ്പ്രിംഗ് ഓണിയൻ്റെ ലീവ്സ് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. നമ്മൾ സാധാരണ ചൈനീസ് ഐറ്റംസിലൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവസാനമല്ലേ ഇത് ചേർത്ത് കൊടുക്കാറ്. അപ്പോൾ ഒന്ന് കുറച്ച് സമയം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ ഈ സ്പ്രിംഗ് ഓണിയൻ മുട്ടത്തോരൻ തയ്യാറാക്കിയപ്പോൾ മുട്ടയാണ് കൂടുതൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ സ്പ്രിംഗ് ഓണിയനേക്കാളും. കാരണം എനിക്ക് അതാണ് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ചേർക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇത് മതി, ഒരുപാട് അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.